ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒന്ന് നിന്നേ. ഇവിടെ ഇപ്പോ ഒരു ഗസ്റ്റ് വന്നിരുന്നോ? അയാൾ ഇവിടെ വന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തു. ഇപ്പോഴെവിടുന്ന് പോയത്? അല്ല, ഞാൻ കറിയൊക്കെ എടുത്ത് ചൂടാക്കട്ടെ. അല്ല, വിക്രാന്ത് ഇവിടെ? ഞാൻ വെറുതെ ഇങ്ങനെ ബോറടിച്ചപ്പോ വീടൊക്കെ ഒന്ന് കാണാൻ. വിക്രം ഹാളിലേക്ക് ഇരുന്നോളൂ, ഞാൻ ഇപ്പൊ ചായ ഉണ്ടാക്കി കൊണ്ടുവരാം. ചായ വേണമെന്നില്ല, ഞാൻ ഇറങ്ങിക്കോട്ടെ. അല്ല, എന്റെ ബുദ്ധിമുട്ട് ഓർത്തിട്ടാണോ വിക്രം? ഏയ് അതല്ല, ഒരു ബിസിനസ്സുകാരന് പങ്ക്ച്വാലിറ്റി ആണല്ലോ പ്രധാനം. എങ്കിലങ്ങനെ ആവട്ടെ. ചായ പിന്നീട് ഒരിക്കലാകാം. ശരി, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ശരി. പിന്നെ വർമ്മസാറിനോട് എന്നെ അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കാൻ പറയണം. പറയാം വിക്രം. അതെ, മറ്റൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. എന്താ വിക്രം? എന്റെ വീട്ടിലേക്കൊരു സെർവന്റിന് ആവശ്യമുണ്ടായിരുന്നു. ഇവിടെ നിൽക്കുന്ന കുട്ടി, അതിന്റെ പേരെന്തായിരുന്നു? അമ്മു. ആ, നല്ല കുട്ടിയാ അവള്, വിശ്വസിക്കാം. ആ കുട്ടിയെ എനിക്കിപ്പോ ഒന്ന് കാണാൻ പറ്റുമോ? അമ്മു അങ്ങനെയൊന്നും വരില്ല വിക്രം. അല്ല, അമ്മ വരണമെന്നില്ല. അമ്മയോട് അന്വേഷിച്ച ഒരുപക്ഷെ വിശ്വസ്തയായ ഒരു പണിക്കാരെ കിട്ടിയെന്ന് വരും. അത് ശരിയാ വിക്രം. ഒരു കാര്യം ചെയ്യ, അമ്മു ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ, വൈകിട്ട് വന്നാ മതി. അപ്പൊ അമ്മുമായിട്ട് സംസാരിക്കാം. ശരി, ഉറപ്പായിട്ട് ഞാൻ വൈകിട്ട് വരാം. അവളുടെ ശബ്ദം വർഷയുടെ ശബ്ദമായിട്ട് നല്ല സാമ്യമുണ്ട്. എനിക്ക് അമ്മൂനെ കാണണം, കണ്ടേ പറ്റൂ. അമ്മു, നീ ഇതെവിടെയായിരുന്നു? അത് ഞാൻ അമ്പലത്തില് വരെ ഒന്ന് പോയതാ. അമ്പലത്തിലോ? ഈ ഉച്ച സമയത്തോ? ദേവീക്ഷേത്രത്തില് ഉച്ചപൂജ തൊഴാൻ വേണ്ടി പോയതാ. ഇവിടുത്തെ ജോലിയെല്ലാം തീർത്തതിന് ശേഷം ഞാൻ പോയത്. ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു. അപ്പൊ കരുതി ദേവി ഒന്ന് തൊഴാൻ പോവാന്ന്. അല്ല, അമ്പലത്തിൽ പോയതിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ആ നെറ്റിയിലൊരു കുറിയെങ്കിലും വേണ്ടേ? അത് അമ്മേ, ഞാൻ അമ്പലത്തില് വലിയ തിരക്ക് കാരണം ചന്ദനം എടുക്കാനും ദീപാരാധന തൊഴാനും ഒന്നും നിന്നില്ല. ഞാനങ്ങ് വിശ്വസിച്ചു. അമ്മേ, സത്യമാ ഞാൻ പറഞ്ഞത്. ശരി. അല്ല, നിനക്കൊന്ന് വിളിച്ചു പറയുകയെങ്കിലും ചെയ്തുകൂടായിരുന്നോ? അമ്മ ബാങ്കിൽ പോയിട്ട് വരാൻ ലേറ്റ് ആവുന്നല്ലേ പറഞ്ഞേ. വെറുതെ അമ്മയെ വിളിച്ച് ശല്യം ചെയ്യണ്ടെന്ന് കരുതി. എങ്കിൽ ഞാൻ ഊണെടുത്ത് വെക്കാം. ഒന്ന് നിന്നേ. ഇവിടെ ഇപ്പോ ഒരു ഗസ്റ്റ് വന്നിരുന്നോ? അയാൾ ഇവിടെ വന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തു. ഇപ്പോഴെവിടുന്ന് പോയത്? അല്ല, ഞാൻ കറിയൊക്കെ എടുത്ത് ചൂടാക്കട്ടെ.
ആഹാ നിങ്ങൾ ഇവിടെ നിൽക്കുക. മോനെ ഇതെന്താ? എന്താ ഇത്? അച്ഛാ, ഞങ്ങൾ ഇന്നു മുതൽ ഇവിടെ കിടക്കുന്നേ. ഹ. മുത്തശ്ശിക്ക് വിനുവേട്ടനായിരുന്നല്ലോ ഇത്രയും നാള് കൂട്ട്. ഞാൻ കൂടെ ഉണ്ട് മുത്തശ്ശിക്ക് കൂട്ടായിട്ട്. കൊള്ളാം. എന്തൊക്കെ പ്രാന്താ മോനെ ഈ കാണിക്കുന്നത്? പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുന്ന ആദ്യത്തെ ദിവസമാണെന്ന് ഓർക്കണം. അത് വേണ്ട അച്ഛാ. പട്ടുമെത്ത വിരിച്ച മണിയറയോ രാജകൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളോ ഒന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ വിനുവേട്ടന്റെ ഒപ്പം ഇറങ്ങി വന്നത്. ഏത് നരകത്തിലേക്കാണെങ്കിലും വിനുവേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ, വിനുവേട്ടന്റെ സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ജീവിക്കും. അച്ഛൻ സമാധാനായിട്ട് പോയി കിടന്നോളൂ. മോളെ, വിനു എന്റെ മകനാ. ചന്ദ്രുവിന്റെ വയറ്റിൽ പിറന്നില്ലെന്നേ ഉള്ളൂ. എന്റെ മറ്റു മക്കൾക്കുള്ള എല്ലാ അവകാശങ്ങളും വിനുവിനും ഉണ്ട് ഇവിടെ. ഞാനും ചന്ദ്രുവും അപ്പുറത്ത് ഹാളിൽ കിടന്നോളാം. നിങ്ങൾ ആ മുറി കിടന്നോ. അച്ഛാ, അച്ഛന്റെ മനസ്സ് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കൊരു പരാതിയുമില്ല. അമ്മയ്ക്കും അച്ഛനും സുഖമില്ലാത്തല്ലേ. നിങ്ങൾ ഈ തണുപ്പത്ത് തറയിൽ കിടക്കാൻ പാടില്ല. അച്ഛൻ പോയി കിടന്നോളൂ. ആ മോളെ, ഇത് കണ്ടോ? വിനു മീനാക്ഷി ഇവിടെയാ കിടക്കുന്നത്. എന്താ വിനോട്ട് ഇതൊക്കെ? എന്തൊക്കെയാ കാണിക്കുന്നേ? വിനോട്ടനും മീനാക്ഷിയും ഇവിടെയാണോ കിടക്കാൻ പോകുന്നേ? ഇങ്ങനൊരു ദിവസം ഇവിടെ നിലത്ത് കിടക്കത്തക്ക വിധത്തിൽ അനാഥനൊന്നല്ല ഞങ്ങളുടെ വിനുവേട്ടൻ. മീനാക്ഷി, പായൊക്കെ എടുത്ത് മാറ്റ്. ഈ വീട്ടിലെ മൂത്ത മരുമകളാ ഞാൻ. ആ അധികാരം വെച്ച് പറയുക, രണ്ടാളും മുറിയിൽ കിടന്നാ മതി. മീനാക്ഷിക്ക് സന്തോഷമായി. മരിച്ചാ പോലും എന്നെ ഓർത്തൊരുതുള്ളി കണ്ണീര് പൊഴിക്കാൻ ആരും ഇല്ലാത്തവളായിരുന്നു ഞാൻ. പക്ഷേ എന്റെ വിനുവേട്ടനെ സ്നേഹിക്കാൻ ഇത്രയും പേരുള്ളത് കാണുമ്പോ എന്റെ മനസ്സ് എന്താ മീനാക്ഷി ഇതൊക്കെ? അയ്യേ, നാണക്കേട്. ആണുങ്ങൾ ഇങ്ങനെ കരയാൻ പാടുണ്ടോ? മാനത്തെ കൊട്ടാരം